എന്നെ കുറിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുന്നല്ലേ? ആ, ദയവ് ചെയ്ത് ആർക്കും ഒരു തെറ്റിദ്ധാരണയും ഉണ്ടാവരുത്. നിങ്ങളുടെ എല്ലാവരുടെയും ആസ്തി എന്റെ പേരിലേക്ക് ട്രാൻസ്ഫർ ചെയ്താലും നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമേ ഇല്ല. അതെന്താ? അത് കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് റോഡിലിറങ്ങി അമ്മാ ധർമ്മം അയ്യാ ധർമ്മം എന്ന് പറഞ്ഞ് പിച്ചെടുക്കാൻ ഞങ്ങൾക്ക് എന്താ സ്വർണ്ണത്തളിക തരുവോ? പൃഥ്വിരാജ് ചേട്ടാ, എന്തൊക്കെയാ ഈ പറയുന്നേ? ഞാൻ നിങ്ങളുടെ പാർട്ട്ണർ അല്ലേ? നിങ്ങളുടെ പ്രോപ്പർട്ടീസ് എല്ലാം എന്റെ കയ്യില് ഭദ്രമായിട്ട് തന്നെ ഇരിക്കും. കുറുക്കന്റെ കയ്യിൽ കോഴിക്കുഞ്ഞു ഭദ്രമാണെന്ന് പറയുന്നത് വിശ്വസിക്കാൻ എത്ര പ്രയാസമാണോ? പ്രോപ്പർട്ടി നിന്റെ കയ്യിൽ ഭദ്രമാണെന്ന് വിശ്വസിക്കാൻ അത്രയും പ്രയാസ. നിങ്ങളൊക്കെ വെറുതെ ടെൻഷൻ അടിച്ചുകൊണ്ടിരിക്കുക. ആദ്യം നിങ്ങളുടെ ബ്രെയിനിൽ നിന്ന് ആ നെഗറ്റീവ് തോട്ട്സ് ഒക്കെ എടുത്തു കളയും. ഇനി വേണമെങ്കിൽ നിങ്ങൾക്ക് വിശ്വാസം വരണമെന്നുണ്ടെങ്കിൽ ഞാനൊരു ബോണ്ട് എഴുതി തന്നോളാം. ദാ നോക്ക്, നിങ്ങൾ എന്റെ സപ്പോർട്ടേഴ്സാ. ഞാൻ കാരണം നിങ്ങൾക്ക് ഒരു ദോഷവും സംഭവിക്കില്ല. പക്ഷേ അവനെ ഞാൻ ഒരിക്കലും വെറുതെ വിടാൻ പോകുന്നില്ല. പാമ്പായിട്ട് മാറി കൊത്തും ഞാൻ. ശിവാംഗിയായി മാറി പത്തി വിടർത്തും ഞാൻ. അവനെ ഒപ്പിട്ട് കൊടുക്കുന്ന കാര്യത്തില് അമ്മയോട് എതിര് പറയരുതെന്ന് പറഞ്ഞ് ശ്രീകരനെ ബ്രെയിൻ വാഷ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ നാളെ ആ ഡോക്യുമെന്റ്സിൽ ഒപ്പിടാൻ റെഡി ആയിട്ട് തന്നെ ഇരുന്നോളൂ. കേട്ടല്ലോ? ഇരിക്കുമല്ലോ സർ. നിങ്ങൾ പറഞ്ഞ രീതിയിലുള്ള ഡോക്യുമെന്റ്സ് ഞാൻ തയ്യാറാക്കിയിട്ടുണ്ട്. ഇനി മുതൽ പ്രസാദ് റാവു സാറിന്റെയും വേദവതിയമ്മയുടെയും കീഴിലുള്ള എല്ലാ സ്വത്തുവകകളും യലമഞ്ജലി ഗൗതമിയുടെയും ശേഖറിന്റെയും പുത്രിയായ നിഹാരികയുടെ പേരിലേക്ക് മാറ്റുന്നു എന്നതാണ് ഈ ഡോക്യുമെന്റ്സിന്റെ സാരാംശം. ആദ്യം നിങ്ങൾ രണ്ടുപേരും ഒപ്പിടണം. അതിനുശേഷം നിങ്ങളുടെ മക്കളും മരുമക്കളും ഒപ്പിടണം. അമ്മേ, ഇനിയെങ്കിലും നിങ്ങളുടെ മനസ്സൊന്നും മാറ്റ്. നിങ്ങളുടെ വാശി കൊണ്ട് നിങ്ങൾ ഇതൊക്കെ ചെയ്യുന്നുണ്ടെങ്കിലും സ്വന്തക്കാരുടെ മുമ്പില് ഈ ആസ്തിയായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊന്നും ഇത്ര ദൂരം കൊണ്ടുവരുന്നത് എനിക്കൊരല്പം പോലും ഇഷ്ടമായിട്ടില്ല. കാര്യങ്ങൾ ഇത്ര വരെ എത്തിയ സ്ഥിതിക്ക് ഇനിയൊരു മനസ്സുമാറ്റം ഉണ്ടാവരുത്. ഈ വേദവതിക്ക അതിന്റെ ചീത്തപ്പേര്. ലോയർ സാറേ, ഇനി ഒട്ടും വൈകിപ്പിക്കണ്ട, പ്രോസസ്സ് തുടങ്ങിക്കോളൂ. ഇവിടെ നിങ്ങൾ ഒപ്പിട്ടോളൂ. ഇനി മൂത്ത മകനും മരുമകളും ഒപ്പിടണം. ഇനി മകളും മരുമകനും ഒപ്പിട്ടോളൂ. ഇനി ഇളയ മകനും ഭാര്യയും. കാവ്യ, അവരെ വിളിക്കേ. വിളിച്ചത് കേട്ടില്ലേ? വരൂ. അവനെന്താ ആലോചിക്കുന്നേ? അതെന്തിനാ വായിക്കുന്നേ? അവനോട് വേഗം ഒപ്പിട്ട് തരാൻ പറ.
നിൽക്കേട്ടാ. എന്തു പറ്റി അവനി? എന്തിനെ തടഞ്ഞത്? ചോദിച്ചിട്ട് ഉത്തരം പറയാത്തതെന്താ? ഏട്ടാ, നിങ്ങൾ അതിൽ ഒപ്പിടരുത്. എന്താ പ്രോബ്ലം? എന്തിനാ എതിർക്കുന്നേ? എനിക്ക് എന്റേതായ കാരണങ്ങൾ ഉണ്ടാകും അച്ഛാ. അവസാന നിമിഷം ഇവള് ചെയ്യുന്ന എന്താ വേദവതി അമ്മേ? അവനി, തനിക്കിപ്പോ എന്താ പറ്റിയേ? രാത്രി പോസിറ്റീവായിട്ടെല്ലാം പറഞ്ഞതല്ലേ? ഞാൻ പിന്നീട് നന്നായിട്ടൊന്ന് ആലോചിച്ചു. എന്താ ആലോചിച്ചെന്നാ? നിലവാടകയിലെ പങ്ക് വേണ്ടെന്ന് പറഞ്ഞു. എന്താന്ന് വെച്ചാ, ഇന്ന് സ്വന്തമാക്കാൻ പറ്റിയില്ലെങ്കിലും പണം നാളെ സ്വന്തമാക്കാൻ പറ്റും. പൂർവികരിൽ നിന്നും പിതാമഹന്മാരിൽ നിന്നും അച്ഛനമ്മമാരിൽ നിന്നും കൈമാറി വന്ന ആസ്തിയും അധികാരവും ഒന്നും വീണ്ടും സമ്പാദിച്ചുണ്ടാക്കാൻ കഴിയില്ല. ഏതെങ്കിലുമൊക്കെ ചിലരെ വിശ്വസിപ്പിക്കാൻ വേണ്ടി അതൊന്നും വിൽക്കാൻ പാടില്ല. അതുകൊണ്ട് നന്നായിട്ട് ഞാൻ ആലോചിച്ചെടുത്ത തീരുമാനം ഇത്. രാത്രി ഒന്നും പറയാതെ ഇക്കാര്യം ഇപ്പൊ വന്ന് പറയുന്ന എന്തിനാ? കല്യാണ സമയത്ത് ഇങ്ങനെ തന്നെ ആയിരുന്നു. താലി കെട്ടുന്ന സമയത്ത് സത്യങ്ങളൊക്കെ വിളിച്ചു പറഞ്ഞു. ഇതെല്ലാം നിങ്ങൾ മനഃപൂർവ്വം തന്നെ ചെയ്യുന്നതാ. എന്താടാ ഇത് മര്യാദയായിട്ട് തോന്നുന്നുണ്ടോ? എന്തിനാ ഇങ്ങനെ നാടകം കളിക്കുന്നേ? അവനി, എന്തിനാ ഇങ്ങനെയൊക്കെ ചെയ്യുന്നേ? തന്റെ മനസ്സിൽ ഇങ്ങനെ ഒരു ഉദ്ദേശം ഉണ്ടായിരുന്നുവെങ്കിൽ അത് രാത്രി തന്നെ പറയായിരുന്നില്ലേ? അപ്പൊ പറയാതിരുന്നത് ചിലപ്പോ എന്റെ തെറ്റായിരിക്കും. ഇപ്പൊ എന്തായാലും നിങ്ങൾ എടുത്ത് ചാടരുത്. നിലവാടക വേണ്ടെന്ന് പറഞ്ഞതുകൊണ്ട് സ്വത്തിന് ആർത്തി ഉണ്ടാവില്ലെന്ന് നിങ്ങൾ വിചാരിച്ചു. ആ സുജാത ഇവളെ ഇങ്ങോട്ട് പറഞ്ഞു വിട്ടത് തന്നെ ഈ സ്വത്തിന് വേണ്ടിട്ടാ. അതുകൊണ്ടല്ലേ നമ്മൾ എന്തൊക്കെ പറഞ്ഞിട്ടും വീട്ടിൽ നമ്മള് പുറത്തു പോകാത്തത്. എടാ, ആവനിയുടെ വാക്ക് കേട്ട് നീ പിന്മാറേണ്ട ആവശ്യമില്ല. ഒപ്പിട്ട് കൊടുക്ക്. ഞാൻ ഒപ്പിട്ട് കൊടുക്കാൻ പോകുക. ദയവേത് താൻ തടസ്സം നിൽക്കല്ലേ. ഏട്ടാ, നിങ്ങൾ അതിൽ ഒപ്പിടുന്നത് ഭാര്യയായി എനിക്ക് ഇഷ്ടമല്ല. ഞാൻ പറയുന്നത് കേൾക്കാതെ അതിൽ ഒപ്പിട്ട് കൊടുത്താ ഞാൻ കേസ് കൊടുക്കും. കേസ് കൊടുക്കുമെന്നോ? അതെ. കേസ് കൈ തരാന്ന് പറഞ്ഞ അത്ര ഈസി ആയിട്ടാ. ശ്രീകരുടെ പേരിലും നമ്മുടെ കുടുംബത്തിന്റെ പേരിലും കേസ് കൊടുക്കുമെന്ന് പറഞ്ഞത്. അവളുടെ ഒരു അഹങ്കാരം കണ്ടില്ലേ? ബോധമില്ലേ നിനക്ക്? എന്തിനാ ഇങ്ങനെയൊക്കെ ചെയ്യുന്നേ? അല്ല, ഞങ്ങളുടെ ആസ്തിയുമായി നിനക്കെന്താ ബന്ധം? ഇതൊക്കെ നീ സമ്പാദിച്ചതാണോ? അല്ലെങ്കിൽ നിന്റെ അച്ഛനമ്മമാരുടെ ഞങ്ങൾ കൈവശത്താക്കിയതാണോ? വെറുതെ എന്റെ മുമ്പിൽ നാടകം കളിക്കാൻ നിൽക്കരുത്. മര്യാദയ്ക്ക് പെരുമാറുന്നതുകൊണ്ട് തലേ കയറിയിരിക്കരുത്. ഡാ, നീ അവന് പറയുന്ന കാര്യാക്കണ്ട. മര്യാദയ്ക്ക് ഒപ്പിട്ടതാ. അതിനുശേഷം എന്താന്ന് വെച്ചാൽ നമുക്ക് നോക്കാം. കേസ് കൊടുത്താലും കോർട്ടിൽ പോയാലും ഞാൻ നോക്കിക്കോളാം. അത് നിങ്ങൾ കരുതുന്നത്ര ഈസി അല്ല പ്രസാദോ സാറേ. ആ കുട്ടി ഇവിടുത്തെ മരുമോളാണ്. അപ്പോ ആ കുട്ടിക്കും ഇതിൽ തുല്യ അവകാശമുണ്ട്. അവകാശികള് മക്കള്, മരുമക്കള്, കൊച്ചുമക്കള് മുതലായിട്ടുള്ളവരാണ്. ആ കുട്ടി കേസ് ഫയൽ ചെയ്ത് കഴിഞ്ഞാൽ ആസ്തി മുഴുവനും കേസിൽ പെട്ട് കിടക്കേണ്ട അവസ്ഥ വരും. അവസാനായിട്ട് ചോദിക്കുക, ശ്രീകരൻ ഇതിൽ ഒപ്പിടാൻ നീ സമ്മതിക്കുന്നുണ്ടോ ഇല്ലയോ? നടക്കില്ല. തീരുമാനമായി, എല്ലാത്തിനും തീരുമാനമായി. ഇനി നീ ഈ വീട്ടിൽ നിൽക്കേണ്ട ആവശ്യമൊന്നുമില്ല. വരൂ നിഹാരിക. നിങ്ങൾ ഇങ്ങനെ ഇറങ്ങിപ്പോയാ ഞങ്ങള് വാക്ക് തെറ്റിച്ച പോലെയാവും. അവനെ അമ്മയെ അച്ഛനെ അപമാനിക്കുന്നത് മര്യാദക്കേടാ.
ഞാൻ നിന്നോട് അപേക്ഷിക്കുകയാണെന്ന് കൂട്ടിക്കോ. ദയവ് ചെയ്ത് എന്നെ എതിർക്കരുത്. ഇവിടുത്തെ അമ്മയുടെ മേലെ ഞാൻ വാക്കുകൊടുത്ത് സത്യം ചെയ്തതാ. അത് നിങ്ങളുടെ എടുത്തുചാട്ടം. അതിന് ഞാനെന്ത് വേണം? അല്ല, നിന്റെ പ്രശ്നം എന്താ മോളെ? നിഹാരികയ്ക്ക് ആസ്തി മുഴുവനും എഴുതി കൊടുത്താ നിങ്ങൾ നീതി കാണിച്ചതുപോലെ ആകുമോ? നാളെ നിഹാരിക ഈ വീട്ടിലെ മരുമകളായില്ലെങ്കിലോ? ഞങ്ങളുടെ മകൻ വന്ന അവളാകുമല്ലോ. ഒരു പക്ഷെ നിങ്ങളുടെ മകന്റെ കല്യാണം കഴിഞ്ഞതാണെങ്കിലോ? കഴിഞ്ഞിട്ടില്ല എന്ന് ഗുരു എന്ന് പറഞ്ഞതല്ലേ? ഗുരു പറഞ്ഞതിന് ശേഷം ചിലപ്പോ നടന്നിട്ടുണ്ടെങ്കിലോ? അഥവാ നീ പറഞ്ഞതുപോലെ എങ്ങാനും നടന്നാ ആസ്തി മുഴുവൻ ഞാൻ തിരിച്ച് ട്രാൻസ്ഫർ ചെയ്തോളാം. അരിയിട്ട് കഞ്ഞി തിളപ്പിക്കുന്ന പോലെ എന്തിനാ ഇത്ര ധൃതി? ആ മകൻ എവിടെയാ ഉള്ളതെന്ന് അറിയാത്തപ്പോ എന്റെ നിഹാരിക എത്ര കാലം ഇങ്ങനെ കഷ്ടപ്പെടണം? എല്ലാരും സുഖമായിട്ടിരിക്കണം, എന്റെ മോള് മാത്രം കഷ്ടപ്പെടണം. എന്നാൽ എനിക്കൊരു 10 ദിവസത്തെ സമയം വേണം. അമ്മയുടെ മകൻ ഇനി എവിടെയാണെങ്കിലും സർവ്വ തെളിവുകളും അടക്കം ഞാൻ അന്വേഷിച്ച് കണ്ടെത്തിക്കോളാം. അദ്ദേഹത്തെ പറഞ്ഞ സമയത്തിനുള്ളിൽ നിങ്ങളുടെ എല്ലാം മുന്നിൽ കൊണ്ടുവന്നോളാം. ഈ നടക്കുന്ന ചടങ്ങ് മുടക്കാൻ വേണ്ടി അവൻ ഇങ്ങനെയൊക്കെ പറയുന്നേ. അതിന്റെ ആവശ്യമൊന്നും എനിക്കില്ല. 10 ദിവസത്തിനുള്ളിൽ നീ കൊണ്ടുവന്നില്ലെങ്കിലോ? കൊണ്ടുവന്നിരിക്കും. കൊണ്ടുവന്നില്ലെങ്കിൽ എന്താകുമെന്ന് പറ. നീ തന്നെ പറ. അവനെ കൊണ്ടുവന്നില്ലെങ്കിൽ നിന്റെ ഭർത്താവിനെ ഉപേക്ഷിക്കാമോ? ശ്രീകരേട്ടനെ നീ വേണ്ടെന്ന് വെക്കുമെന്ന്. എന്ത് ചെറിയ കാര്യമുണ്ടെങ്കിലും നീ എന്നെ ചലഞ്ച് ചെയ്യുന്നതല്ലേ? ഇപ്പൊ നീ ചാലഞ്ച് ചെയ്യ. നിഹാരിക അത്ര ക്ലിയർ ആയിട്ടാ പറഞ്ഞത്. മറുപടി പറയാവനി. അത്ര ഗഡ്സ് ഉള്ളവളാണെങ്കിൽ ചാലഞ്ച് ചെയ്യ്. നീ ചാലഞ്ച് ചെയ്തില്ലെങ്കിൽ ഈ ചടങ്ങ് മുടക്കാൻ വേണ്ടിയാണ് നീ ഇങ്ങനെ ചെയ്തതെന്ന് എല്ലാവർക്കും വിശ്വസിക്കേണ്ടി വരും. നീ എന്റെ മകനെ കൊണ്ടുവന്നില്ലെങ്കിൽ നിഹാരിക ശ്രീകരനെ കല്യാണം കഴിച്ച് എന്റെ മരുമകളായിട്ട് മാറും. നിനക്ക് ധൈര്യം ഉണ്ടെങ്കിൽ, നിനക്ക് നേരും നെറിയുണ്ടെങ്കിൽ നീ ചെയ്ത് കാണിക്ക. എന്താ ധൈര്യം പോരെന്ന് തോന്നുന്നുണ്ടോ? വെറുതെ വായിൽ വരുന്നത് പറഞ്ഞ എല്ലാം അങ്ങോട്ടായോ? ചാലഞ്ചിന് ഞാൻ റെഡിയാണ്. എനിക്ക് 10 ദിവസത്തിനുള്ളിൽ അമ്മയുടെ മകനെ കണ്ടെത്തി കൊണ്ടുവരാൻ കഴിഞ്ഞില്ലെങ്കിൽ എന്റെ ഏട്ടനെ ഞാൻ വിട്ടു തന്നോളാം. എന്റെ ഭർത്താവിനെ ഞാൻ ഉപേക്ഷിച്ചോളാം. ഞാൻ വാക്ക് തെറ്റിക്കില്ല. താൻ എന്താ ഈ ചെയ്യുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ലടോ. രാത്രി താൻ എന്നോട് സ്വത്തിനേക്കാളും ബന്ധമാണ് മുഖ്യമെന്നല്ലേ പറഞ്ഞേ? ഒപ്പിട്ട് കൊടുത്തോളാന്നും പറഞ്ഞു. എന്നിട്ടിപ്പോ പെട്ടെന്ന് തനിക്കൊരു മനമാറ്റം. കേസ് കൊടുക്കൂ എന്നൊക്കെ താൻ എന്തിനാ അവിടെ വെച്ച് അവരോട് പറഞ്ഞത്? താനപ്പോ അങ്ങനെ പറഞ്ഞതുകൊണ്ട് നമുക്കിനി നമ്മുടെ ഫാമിലിയായിട്ട് അടുക്കാൻ പറ്റുമോ? അതിനുള്ള അവസരമല്ലേ നമുക്ക് വീണ്ടും വീണ്ടും നഷ്ടമാവുന്നേ. അത് വല്ലതും താൻ അറിയുന്നുണ്ടോ? ഡോക്യുമെന്റ്സിൽ ഒപ്പിട്ട് കൊടുക്കാൻ എതിര് നിൽക്കരുതെന്ന് തന്നെ ഞാനും കരുതിയേ. പക്ഷെ രാത്രി ഉണ്ടായതെന്താണെന്ന് അറിയോ? നിഹ അല്ലേ? നിഹാരിക,
എന്താ മോളെ ഈ സമയത്ത് വിളിക്കുന്നേ? അവിടെ എല്ലാം ഓക്കെ അല്ലേ? വേദവതിയമ്മ വാക്ക് തന്നത് പ്രകാരം നാളെ ലോയറിനെ വിളിക്കുമല്ലോ അല്ലേ? എല്ലാം നമ്മൾ ഉദ്ദേശിച്ച പോലെ തന്നെ നടക്കും ഗൗതമി. നാളെ ഡോക്യുമെന്റ്സിൽ ഒപ്പിടാൻ വേണ്ടി എന്റെ ഗ്യാങ്ങിനെ ഞാൻ റെഡിയാക്കിയിട്ടുണ്ട്. വേദവതിയുടെ മൂത്ത മകൻ ഭയങ്കര ദേഷ്യത്തിലായിരുന്നല്ലോ. നാളെ അവൻ കാരണം പ്രശ്നമൊന്നും ഉണ്ടാവില്ലല്ലോ അല്ലേ? അവർക്കെല്ലാവർക്കും എന്റെ ക്യാരക്ടർ എന്താണെന്ന് പൂർണ്ണമായിട്ട് അറിയാം. അതിൻ്റെതായ പേടി അവർക്കുണ്ട്. പുറത്തുനിന്ന് ഒരാൾ ജാതകം മുന്നിൽ നിർത്തി വന്ന് ഒരുറപ്പിന് ആസ്തി മുഴുവൻ എഴുതി വാങ്ങിക്കഴിഞ്ഞ ഏതെങ്കിലും മക്കൾ അതിന് സമ്മതിക്കോ? ഞാൻ കാരണം അവർക്കൊരു ദോഷം ഉണ്ടാവില്ലെന്ന് ഞാൻ വെറുതെ അവർക്കൊരു വാക്ക് കൊടുത്തു. അവരെല്ലാതെ വിശ്വസിക്കുകയും ചെയ്തു. ഒരിക്കൽ എന്റെ കയ്യിലേക്ക് ആസ്തി മുഴുവൻ വന്നു കഴിഞ്ഞ വേദവതി അമ്മയെ കൊണ്ട് നക്ഷത്രം എണ്ണിക്കും ഞാൻ. അവനെ വീട്ടിൽ നിന്ന് പുറത്താക്കി ശ്രീകറിന്റെ എന്റെയും കല്യാണം നടത്താൻ പറ്റുമെങ്കിൽ ചെയ്യ്, അല്ലെങ്കിൽ ആ ആസ്തി മുഴുവൻ മറന്നു കളഞ്ഞേക്കെന്ന് അവരുടെ മുഖത്ത് നോക്കി തന്നെ ഞാൻ പറയും. വേദവതി അതോടെ എന്റെ കെണിയിൽ വീഴും. അവനയുടെ കാല് പിടിച്ചിട്ടാണെങ്കിലും കല്യാണത്തിന് സമ്മതിപ്പിക്കും. ഈ കുടുംബത്തിന് വേണ്ടി എന്ത് ത്യാഗം വേണമെങ്കിലും ചെയ്യാൻ തയ്യാറായിട്ടുള്ള അവനി വേദവതിക്ക് വേണ്ടി ശ്രീകരനെ വേണ്ടെന്ന് വെക്കുന്ന അവസ്ഥയിലായി തീരും. നാളെ എല്ലാവരും ഒപ്പിട്ട് കഴിഞ്ഞാൽ പിന്നെ ആസ്തിയും അധികാരവും ഒക്കെ എന്റെ ഈ കൈകളിലേക്ക് വരും. അതിനുശേഷം ഈ വീട്ടിലുള്ള എല്ലാവരെയും ഞാൻ എന്റെ വരുതിയിൽ തന്നെ നിർത്തും. ശ്രീകരനെ ഒപ്പിടാൻ സമ്മതിക്കാതെ ആവനി തടഞ്ഞാലോ? ആ ഡൗട്ട് ഇപ്പൊ ക്ലിയർ ആയിട്ടുണ്ട്. അവന് തന്നെ ശ്രീകരനോട് ഡോക്യുമെന്റ്സിൽ ഒപ്പിട്ട് കൊടുക്കുക ഏട്ടാ എന്ന് പറയുന്നത് ഞാൻ നേരിട്ട് തന്നെ കണ്ടതാ. സോ ആ അവനി കാരണവും നാളെ നമുക്ക് യാതൊരു പ്രശ്നവും ഉണ്ടാകില്ല. ഞാൻ പ്ലാൻ ചെയ്തതുപോലെ തന്നെ നിങ്ങൾ കറക്റ്റ് ആയിട്ട് വന്ന് സംസാരിച്ചു. നാളെ നേരത്തെ ഇങ്ങ് വന്നേക്കണേ. ചടങ്ങൊക്കെ തീർന്നതിന് ശേഷം ആഘോഷിക്കാം, കേട്ടല്ലോ? ശരി, ബൈ. ബൈ. അതുകൊണ്ടാ അങ്ങനെ ചെയ്യേണ്ടി വന്നതേട്ടാ. കുടുംബത്തെ മൊത്തമായിട്ടും അവളുടെ വരുതിയിലേക്ക് കൊണ്ടുവരാൻ അവൾ ശ്രമിക്കുന്നേ. എന്റെ കുടുംബത്തെ സംരക്ഷിച്ചു നിർത്താൻ വേണ്ടി ഞാൻ ചെയ്തതൊരു തെറ്റാണോ ഏട്ടാ? ഓരോ കുടുംബത്തിലും തന്നെ പോലെ ഒരു നല്ല മരുമകൾ മതി കുടുംബം എന്നും സന്തോഷമായിട്ടിരിക്കുവാൻ. പഴയതുപോലെ കൂട്ടുകുടുംബങ്ങളൊക്കെ ഉണ്ടായിട്ട് വരും. തൻ്റേത് വളരെ വളരെ വലിയ മനസ്സാവനി. ഐ ആം പ്രൗഡ് ഓഫ് യു. 10 ദിവസം കൊണ്ട് എവിടെയാണെന്ന് അറിയാത്ത എന്റെ ഏട്ടനെ കൊണ്ടുവരാന്ന് പറഞ്ഞില്ലേ? താൻ പറഞ്ഞ പോലെ അഥവാ സംഭവിച്ചില്ലെങ്കിലോ? നമുക്ക് രണ്ടുപേർക്കും ഇടയിലുള്ള ബന്ധമില്ലാതായി അകലേണ്ടി വന്നാലോ? അത് ആലോചിക്കുമ്പോ എനിക്ക് നല്ല പേടിയുണ്ടാവിനി. ഞാൻ നിങ്ങളുമായിട്ട് അകലുന്നത് എന്റെ പ്രാണം പോയാൽ മാത്രമായിട്ടാ. എനിക്ക് പറ്റുന്നതെല്ലാം ഞാൻ ചെയ്യും. ഞാൻ പ്രതീക്ഷിച്ചത് നടത്താൻ പറ്റുമെന്നുള്ള വിശ്വാസം എനിക്കുണ്ട്. നീ വലിയ ദീർഘവീക്ഷണത്തോടെ ആലോചിച്ച് നല്ല ഒരു പ്ലാൻ ഉണ്ടാക്കി വേദവതി അമ്മയെ സെന്റിമെന്റലായി ലോക്ക് ചെയ്ത് ആസ്തി മൊത്തം പേരിലേക്ക് മാറ്റാന്ന് കരുതി. അവസാനം ഇങ്ങനെ ആയതെന്താ? അവസാനത്തെ ഒപ്പായ ശ്രീകരന്റെ ഒപ്പോടെ സ്വത്ത് മുഴുവനും നിന്റെ പേരിലേക്കാവൂന്ന് കരുതിയിരുന്നപ്പോ അവന് മൊത്തത്തിൽ നശിപ്പിച്ചില്ലേ? അവനി എന്തിനാ അങ്ങനെ ഒരു തീരുമാനം എടുത്തതെന്ന് എനിക്ക് അറിയില്ല. പക്ഷേ അവളെ ഞാൻ വലിയൊരു റിസ്കിലേക്ക് തള്ളിവിട്ടെ. 10-25 വർഷമായിട്ട് കാണാതെ പോയ മകനെ 10 ദിവസം കൊണ്ട് അവനി കണ്ടുപിടിക്കുന്നത് വലിയ വലിയ ബുദ്ധിമുട്ടാ. അവള് കണ്ടെത്തിയാലോ? അവള് നിന്റെ കൂടെയുള്ള വാശി കൊണ്ടായാലും അത് കണ്ടുപിടിച്ചാലോ? അതെ ബേബി, നീ ശ്രീകരിൽ നിന്നും പൂർണ്ണമായി അകന്നു പോകാൻ വേണ്ടി ഏതെങ്കിലും വിധത്തിൽ വേദവതിയുടെ മകനെ കണ്ടുപിടിച്ച് തെളിവുകൾ കൊണ്ടുവന്ന് വേണമെങ്കിൽ അവൾ തെളിയിക്കും. അതത്രയ്ക്ക് ഈസി ആയിട്ടുള്ള കാര്യമല്ല. വളരെ വലിയ ടാസ്കാ. 10 ദിവസം കൊണ്ട് അയാളെ കണ്ടുപിടിക്കാൻ അവളെന്താ ഇവിടുത്തെ വിശ്വവിഖ്യാതയായ ഏതെങ്കിലും ഡിറ്റക്റ്റീവ് ആണോ?
അവളെ അത്ര മിടിക്കൊന്നും അല്ല. ജസ്റ്റ് ഒരു 10 ദിവസം കാത്തു നിന്നാ അവന് ഞാൻ കൊടുത്ത ടാസ്കില് തോറ്റു തുന്നം പാടി വരും. മകനെ തിരിച്ചുകൊണ്ട് വരാത്തതുകൊണ്ട് വേദവതി ശ്രീകരുമായിട്ട് എന്റെ കല്യാണം നടത്തി തരും. ചിലപ്പോ ചിലതൊക്കെ സംഭവിക്കുന്നത് നല്ലതിനു വേണ്ടിയായിരിക്കുമെന്ന് പറയുന്നത് ഇതാ. മകനെ കണ്ടെത്തുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങള് അവനെ എപ്പോഴാണോ തുടങ്ങി വെക്കുന്നത് ആ ക്ഷണം തൊട്ട് ഞാനും എന്റെ ശ്രമങ്ങളെല്ലാം തുടങ്ങി വെച്ച് പണി കൊടുത്തുകൊണ്ടേയിരിക്കും. ഡിറ്റക്റ്റീവ് ആണോ? അത്ര മിടിക്കൊന്നും അല്ല.